നരേന്ദ്രമോദിക്കെതിരെ ഗുജ്ജർ കൊലയിൽ രൂക്ഷ വിമർശനമാണ് കാനഡ സർക്കാർ ഉയർത്തിയത്. തൊട്ടു പിന്നാലെ മോദിയുടെ ഉറ്റ തോഴൻ ഗൗതം അദാനിക്കെതിരെ കോടിക്കണക്കിന് ഡോളർ കോഴ കേസിൽ അമേരിക്കൻ പ്രോസിക്യൂട്ടർമാരും ഇതാ കേസെടുത്തിരിക്കുന്നു. രാജ്യത്തെ ബിസിനസ് ത്രയത്തിൽ രണ്ടുപേരിതാ ഊരി രക്ഷപ്പെടാനാകാത്ത കുരുക്കിൽ തന്നെയാണ് ചെന്നുപെട്ടത്. ഗൗതം അദാനിക്കും കൂട്ടർക്കും എതിരായി അമേരിക്കൻ നീതിന്യായ വകുപ്പ് എടുത്ത കേസ് മോദി സർക്കാരിനും BJPക്കും ഊരാക്കുടുക്കായി മാറി. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണങ്ങളിൽ നിന്നും അദാനിയെ ഒരിക്കൽ രക്ഷപ്പെടുത്തത് ഇതേ മോദി സർക്കാരും BJPയും തന്നെയായിരുന്നു. ഇപ്പോഴാകട്ടെ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സൈസ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് തെളിവുകളെല്ലാം ശേഖരിച്ച് അദാനിക്കും ഒപ്പമുള്ള ഡയറക്ടർമാർക്കുമെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പിന്തിരിയാൻ ഇനി അമേരിക്കൻ സർക്കാരിന് പോലും കഴിയില്ല. ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ ഉണ്ടാകും അദാനിക്കെതിരെ. നിക്ഷേപകരെ കബളിപ്പിച്ച കേസിലാണ് അദാനിക്കെതിരായ നിയമ നടപടി. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വിദേശ രാജ്യങ്ങളിലെ അധികൃതർക്ക് കോഴ നൽകരുത് എന്ന വ്യവസ്ഥയുണ്ട്. അത് ലംഘിച്ചതാണ് അദാനിക്കും കൂട്ടർക്കുമെതിരായ കുറ്റം. കോഴ ഇടപാടിൽ ഗൗതം അദാനി നേരിട്ട് ഉൾപ്പെട്ടു എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. അതിരൂക്ഷമായ പരാമർശങ്ങളാണ് കുറ്റപത്രത്തിൽ ഗൗതം അദാനിക്കെതിരെയുള്ളത്. കോഴ ഇടപാട് നടത്തിയതിനു പുറമെ നിക്ഷേപകരെയും ധനകാര്യ സ്ഥാപനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് നിക്ഷേപ സമാഹരിക്കൽ, നീതി, നിയമം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളും അദാനിക്കും മറ്റുള്ളവർക്കുമെതിരെയുണ്ട്. അമേരിക്കൻ നിക്ഷേപകരുടെ ചെലവിൽ കോഴ ഇടപാടും തട്ടിപ്പും നടത്തിയതിനാണ് ഗുരുതര സ്വഭാവത്തിൽ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രതികളെ വിചാരണയ്ക്കായി വിട്ടുകൊടുക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടാൽ, തെളിവുകൾ തള്ളിപ്പറയാൻ ശ്രമിച്ചാൽ ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധം വഷളാകും. നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നരേന്ദ്രമോദിക്ക് തെളിയിക്കേണ്ടതുണ്ട്. മോദി സർക്കാരിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഇല്ലാതാകുന്ന വിഷയമാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുമ്പോൾ അദാനിയെ പിടിച്ചു കൊടുക്കാൻ തന്നെ മോദി തയ്യാറേണ്ടി വരും. അതിന് അമിത്ഷാ സമ്മതിക്കുമോ എന്നാണ് അറിയുന്നത്. ഗൗതം അദാനിക്കും മറ്റ് 7 പേർക്കുമെതിരായാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പിലെ ക്രിമിനൽ വിഭാഗം കേസെടുത്തിരിക്കുന്നത്, കുറ്റം ചുമത്തിയിരിക്കുന്നത്. വിപുലമായ ഒരു ജൂറി രൂപീകരിച്ചാണ് പരിശോധിച്ചത്. അദാനിയുടെ കാര്യത്തിൽ തെളിവുകൾ വിചാരണയ്ക്ക് പര്യാപ്തമെന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതോടെയാണ് കുറ്റം ചുമത്തിയതും. വിചാരണ കോടതി ജഡ്ജി കുറ്റാരോപിതരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ നേരിട്ട് വിളിച്ചു വരുത്തി അറിയിക്കും. പിന്നീടാണ് ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഗൗതം അദാനി, അനന്തരവൻ സാഗർ അദാനി എന്നിവർക്ക് പുറമെ 6 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്. രാജ്യത്ത് കോഴയിടപാടിലൂടെ സരോജ കരാർ ഒപ്പിക്കുകയും അമേരിക്കൻ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് കോടികളുടെ നിക്ഷേപ സമാഹരണം നടത്തുകയും ചെയ്ത സംഭവം അമേരിക്ക വളരെ ഗൗരവത്തിൽ പരിശോധിക്കുമെന്ന് 2023 തന്നെ ഗൗതം അദാനിക്ക് മനസ്സിലായതാണ്. അതിന് പക്ഷേ എല്ലാവിധ പിന്തുണയും നരേന്ദ്രമോദി സർക്കാർ ഉറപ്പു നൽകുകയായിരുന്നു. FBI സ്പെഷ്യൽ ഏജന്റുമാർ 2023 മാർച്ചിൽ സാഗർ അദാനിയെ വിശദമായി പിടിച്ച് ചോദ്യം ചെയ്തു. അദാനിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും സാഗർ അന്വേഷണ പരിധിയിലാണെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഗൗതം അദാനിക്ക് അറിയാമായിരുന്നു എപ്പോഴെങ്കിലും ഒരു പിടി വീഴുമെന്ന്. എന്നിട്ടും 1.5 വർഷത്തോളം അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ നിക്ഷേപകരിൽ നിന്നും, ഓഹരി വിപണിയിൽ നിന്നും, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഒരു അമേരിക്കയിൽ അന്വേഷണം നടക്കുന്ന കാര്യം മറച്ചു പിടിച്ചു. അതുകൊണ്ട് എന്താണ് 1200 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം ഓഹരി വിപണിയിലെ ഇടിച്ചിലിൽ അദാനി ഗ്രൂപ്പിന് സംഭവിച്ചിരിക്കുന്ന നഷ്ടം. അതുമാത്രമല്ല, ഏതു നിമിഷവും US ഫെഡറൽ സംവിധാനം ആവശ്യപ്പെടാം ഗൗതം അദാനിയെയും മറ്റ് 7 പ്രതികളെയും ഹാജരാക്കാൻ. അപ്പോൾ ഇന്ത്യക്ക് ഇവരെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള നിസ്സഹായാവസ്ഥ. രാജ്യം പ്രതീക്ഷിച്ചതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ വന്ന് നിൽക്കുമെന്ന്. ഏതാണ്ട് അതിലേക്ക് തന്നെ കാര്യങ്ങൾ വന്ന് നിൽക്കുകയും ചെയ്തു. 3ാം മോദി സർക്കാരിന്റെ എല്ലാ വിജയ ആരോപണങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണെന്ന് വേണം കരുതാൻ.